വർദ്ധിച്ചുവരുന്ന മാലിന്യത്താൽ ശ്വാസം മുട്ടിയൊഴുകുകയാണ് ചിലവന്നൂർ കായൽ. പായലിനും എക്കലിനും പുറമെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ നിറഞ്ഞ കായലിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. കായലിനെ സംരക്ഷിക്കാത്ത അധികാരികളുടെ നടപടി അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിലവന്നൂർ കായൽ ചെട്ടിച്ചിറ ഭാഗത്തെത്തുമ്പോൾ നിറം മാറും. കക്കൂസ് മാലിന്യവും പായലും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞ കായൽ ചെളി നിറഞ്ഞതായി. എക്കലാണ് ചിലവന്നൂർ കായൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കായലിന്റെ എല്ലാ ഭാഗത്തും ഡ്രഡ്ജിംഗ് നടത്തി എക്കൽ നീക്കം ചെയ്താലേ നീരൊഴുക്ക് ശക്തമായി കായലിനെ വീണ്ടെടുക്കാൻ പറ്റൂ. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ട അധികാരികളായിക്കോട്ടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ കാനയിലൊക്കെ വെള്ളം കറുത്തിരുണ്ട്. ഒന്ന് കണ്ടാൽ കൂടി പേടിയാവുന്ന വിധത്തിൽ കിടക്കുന്ന വെള്ളമാണ്. പല ഘട്ടങ്ങളിലാക്കി ഇതിന്റെ നവീകരണ പ്രവർത്തനമൊക്കെ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കണ്ടത്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രുവിന്റെ സമയത്ത് ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. ഇത് കൊച്ചിയിലെ കനാലുകൾ വൃത്തിയായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതും ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ഇപ്പൊ ഏറ്റവും നല്ല വെള്ളം തോടിലുണ്ടാവുന്ന ഈ പുഴയിലുണ്ടാകേണ്ട അവസ്ഥയാണ്. അവിടെയാണ് ഇത്രയും കറുത്ത വെള്ളം കിടക്കുന്നത്. 3-4 കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്. ഒന്ന്, ചെളി അടിഞ്ഞു കിടക്കുക. ചെളി ഡഡ്ജ് നീക്കാണ്ട് ഇതിലത്തെ ചെളി നീങ്ങാണ്ട് ഇതിന്റെ കളർ മാറില്ല. മാത്രമല്ല മറ്റ് പല കാര്യങ്ങളായിട്ട് അഴുക്ക് വെള്ളം ഇതിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഒന്ന്, റെയിൽവേയുടെ അവിടെ മാർഷലിംഗ് യാർഡുണ്ട്. അതിൽ നിന്നുള്ള കരിയോല് കാര്യങ്ങൾ വരുന്നു. ഫ്ളാറ്റുകളിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നു. കലൂര് മുതലുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകുക. ഓരോ വർഷവും ഇനി വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കും. തീർച്ചയായിട്ടും അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാരും കൊച്ചിൻ കോർപ്പറേഷനും മുന്നോട്ട് പോയാൽ നവീകരിക്കപ്പെടും. ഈ തോട് ക്ലീനിങ് ഏറ്റവും പ്രാധാന്യത്തോടെ ഉദ്യോഗസ്ഥര് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ തോടുകളിലെയും വെള്ളം സ്ഥിരമായിട്ട് ഒഴുക്കാനായിട്ട് പമ്പിംഗ് നടത്തി ചെയ്യാൻ പറ്റും. റെയിൽവേ യാർഡിന് മുന്നിലൂടെ വരുന്ന തോട്ടിലെ വെള്ളത്തിൽ നിറയെ എണ്ണ കലർന്നിട്ടുണ്ടാകും. കോർപ്പറേഷനോട് പലതവണ പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. റെയിൽവേയുടെയും കോർപ്പറേഷന്റെയും പരസ്പരമുള്ള പഴിചാരലുകൾ തുടരുകയാണ്. പ്രകടമായി മാലിന്യ നിക്ഷേപം നടത്തുമ്പോഴും അത് തടയാൻ ഫലപ്രദമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല. കായലിനെ വീണ്ടെടുത്ത് മത്സ്യസമ്പത്ത് തിരികെ എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി.